Hi friends, welcome to Biology Tutor. Today is the 5th day of Food Safety Officer Crash Course. Today we are going to discuss about principles and methods of food preservation part 5. Fermentation part 2. Yesterday we had discussed about yogurt and bread. ഇന്നലെ നമ്മൾ എന്താണ് യോഗട്ടും ബ്രെഡും ഡിസ്കസ് ചെയ്തത്. Today we are going to discuss about cheese. എന്താണ് cheese എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? Cheese can be defined as a consolidated curd of milk solids in which milk fat is enwrapped by coagulated casein. Different bacteria come into play and production periods are much longer than yogurt. മിൽക്ക് പ്രൊഡക്റ്റ് ആണെന്ന് മനസ്സിലായി. കോയാഗുലേറ്റഡ് കാസിൻ അതിന് വേണ്ടി സ്റ്റാർട്ടർ കൾച്ചേഴ്സ് യൂസ് ചെയ്യും. അത്രയും കാര്യങ്ങൾ മനസ്സിലായി. നെക്സ്റ്റ് വൺ, എത്ര ടൈപ്പ് ചീസ് ഉണ്ട്? 78 ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ബ്ലൂ ചീസ് ആൻഡ് 36 camemberts alone and the initial manufacturing process is similar. അപ്പോൾ ഇത്രത്തോളം വ്യത്യസ്തകരമായ ചീസസ് ഉണ്ടെങ്കിലും അതിന്റെ സ്റ്റാർട്ടിങ്ങിൽ മാനുഫാക്ചറിങ് പ്രോസസ് എല്ലാത്തിൻ്റെയും സിമിലിയർ ആണ്. നെക്സ്റ്റ് വൺ, യൂറോപ്പിലാണ് ഏറ്റവും കൂടുതൽ ചീസ് യൂസ് ചെയ്യുക. അപ്പോൾ ഒന്ന് രണ്ട് ആൾക്കാരുടെ ഒപ്പീനിയൻസ് നമുക്ക് നോക്കാം. ജീൻ ആൻഡൽ ബ്രില്യൻ സേവറിൻ, who was a French lawyer and politician and gained fame as an epicure and gastronome, once opined that അദ്ദേഹം എന്തായിരുന്നു, ഒരു തത്വചിന്തകനും അതുപോലെ തന്നെ ഗാസ്ട്രോ എൻഡറോളജിസ്റ്റും കൂടിയായിരുന്നു. അദ്ദേഹം ഉദര സംബന്ധമായ രോഗങ്ങളിൽ പ്രാവീണ്യമുള്ള ആളായിരുന്നു. അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹത്തിന്റെ ഒപ്പീനിയൻ എന്താണ്? ഡെസേർട്സ് വിത്തൗട്ട് ചീസ് ഈസ് ലൈക്ക് എ പ്രിറ്റി വുമൺ വിത്ത് ഓൺലി വൺ ഐ. അദ്ദേഹം പറഞ്ഞ അദ്ദേഹത്തിന്റെ ഇത് ഈ വേർഡ്സിന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് എത്ര ഈ ചീസസിന് എത്രത്തോളം അവേദ്യമായ ബന്ധമാണ് ഫ്രഞ്ചുകാരുടെ ലൈഫിലുള്ളത് എന്നുള്ളതാണ്. നെക്സ്റ്റ് വൺ, ലിയോൺ പോൾ ഫ്രാഗ്, അദ്ദേഹത്തിന്റെ ഒപ്പീനിയൻ എന്താ? ഹു ഡിസ്ക്രൈബ്ഡ് കാംബർട്ട് ആസ് ദ ഫീറ്റ് ഓഫ് ഗോഡ്. അല്ലെ, ഫീറ്റ് ഓഫ് ഗോഡ് എന്നാണ് അദ്ദേഹം അതിനെപ്പറ്റി പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മളെ എഴുത്തുകാരൻ എം മുകുന്ദൻ, അദ്ദേഹം ഫ്രഞ്ച് എംബസിയിൽ ഡൽഹിയിൽ വർക്ക് ചെയ്യായിരുന്നു. റിട്ടയർ ചെയ്ത് വരുന്ന സമയത്ത് അദ്ദേഹത്തിന് ഒരു കേസ് വൈനാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ആര്? അവിടുത്തെ ഫ്രഞ്ചുകാർ കൊടുത്തിട്ടുള്ള എംബസിയിൽ നിന്ന് കൊടുത്തത്. അപ്പോൾ ഈ ഫ്രാൻസുകാരുടെ എത്രത്തോളം അവേദ്യമായ ബന്ധമാണ് ഈ ചീസിനുള്ള കാര്യം നമുക്ക് മനസ്സിലായി കഴിഞ്ഞു. നെക്സ്റ്റ് വൺ, നോർമലി yield ഓഫ് ചീസ് ഫ്രം മിൽക്ക് ഈസ് ഓഫ് ദ ഓർഡർ 10%. സാധാരണ മിൽക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ 10% yield എന്തിൽ കിട്ടുക? ചീസായിട്ട് കിട്ടുക. അപ്പൊ അതിനനുസരിച്ചുള്ള വിലയും എന്തിനുണ്ടാവും? ചീസിനുണ്ടാവും. ഗ്ലോബലി 14 million tons ചീസസ് were produced in 2008. 2008 മാത്രം 14 മില്യൺ ടൺസ് ചീസസ് എന്ത് ചെയ്തു? പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് ലോകത്തെമ്പാടും. Next one, curd formation. Milk is first pasteurized and then fermented by a starter culture. ഏറെ എല്ലാ ഫെർമെന്റേഷൻ പ്രോസസ്സിന് മുമ്പേയും മൈക്രോബിൽ ഫ്രീ ആക്കി മാറ്റണം. പാസ്ചറൈസേഷൻ കോമൺ ആണ്, അത് ചെയ്തു ഇവിടെ. ദിസ് ഈസ് യൂഷ്വലി എ ലാക്റ്റിക് ആസിഡ് ബാക്ടീരിയ വിത്ത് സ്പെസിഫിക് സ്പീഷീസ് ഇൻ യൂസ് ഡിപ്പെൻഡ് അപ്പോൺ ദ ചീസ് ബീയിങ് പ്രൊഡ്യൂസ്ഡ്. ഏത് ലാക്റ്റിക് ആസിഡ് ബാക്ടീരിയയാണ് യൂസ് ചെയ്യാനുള്ള ചീസ് പ്രൊഡ്യൂസിനനുസരിച്ചിട്ടാണ് സെലക്ട് ചെയ്യുക. റണ്ണറ്റ്, എ പ്രോട്ടിയസ് ഈസ് ആഡഡ് ടു ദ ഫെർമെന്റേഷൻ ആൻഡ് അലോങ് വിത്ത് ദ ലാക്റ്റിക് acid made by the added starter causes the milk to form curds. അപ്പോൾ റന്നറ്റ് ആണ് പറയുന്നത്. റന്നറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? റന്നറ്റ് ഈസ് എ ടാബ്ലറ്റ് ഓഫ് റന്നിൻ obtained from calf stomach. സാധാരണ ഈ പശുവിന്റെ ഒക്കെ സ്റ്റൊമക്ക് 4 അറകളുള്ളതാണ്. ആ സ്റ്റൊമക്കിൽ ഏതൊക്കെയാണ്? റൂമൻ, റെട്ടിക്കുലം, ഒമേസം ആൻഡ് എബോമാസം, അങ്ങനെ 4 അറകളാണുള്ളത്. അപ്പോൾ റന്നിൻ ഈസ് obtained from the 4th stomach of calf. കാഫിന്റെ 4ാമത്തെ സ്റ്റൊമക്ക്, MCQ ആണ്, 4ാമത്തെ സ്റ്റൊമക്ക് എന്നാണ് കിട്ടുക. അതേതാണ്? എബോമാസം. അപ്പോൾ റന്നിൻ കൊണ്ടാണ് റന്നറ്റ് ടാബ്ലറ്റ് ഉണ്ടാക്കുക. അത് എന്തിനു യൂസ് ചെയ്യും? അത് ആണ് മെയിൻ ആയിട്ട് എന്തിൽ യൂസ് ചെയ്യുക? ചീസ് പ്രൊഡക്ഷനിൽ യൂസ് ചെയ്യുക. Next one, curd concentration. Depending upon the cheese being made, the curds may be concentrated in some manner. The goal here is to remove the appropriate amount of whey. അപ്പോൾ whey എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ലിക്വിഡ് ലെഫ്റ്റ് ഫ്രം curd formation. അത് എന്ത് ചെയ്യണം? റിമൂവ് ചെയ്യണം. For fresh cheeses, cottage or mozzarella, no concentration takes place. For soft cheeses, the curds are cut into large cubes and then ripened with a fungus or mold. Hard and semi-hard cheeses are cooked and then cut into small pieces to release more whey. The next one is ripening stage. Ripening stage in the prepared curd is then pressed into molds, salted, ripened for weeks to years. നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്യും ബ്രെഡിലും യോഗട്ടിലൊക്കെ ഒരുപാട് കാലം വെക്കേണ്ട ആവശ്യമില്ല.
കുറച്ച് സമയം വെക്കുള്ളൂ. ഇവിടെ എന്താണ്, വീക്സ് ടു ഇയേഴ്സ് സൂക്ഷിക്കും ഇത് റൈപ്പൻ ചെയ്യാൻ വേണ്ടി ഈ ചീസുകൾ. ദിസ് പ്രോസസ് ഈസ് ഡിഫറെന്റ് ഫോർ ഈച്ച് ചീസ്. ഓരോ ചീസിനും വ്യത്യസ്തമാണ് ഈ പ്രോസസ്. ദ ഫിനിഷ് പ്രൊഡക്റ്റ് ഈസ് സോൾഡ് എയ്തർ ആസ് എ കംപ്ലീറ്റ് മോൾഡ് അതിന് എന്താ പറയുക, എ വീൽ ഓഫ് ചീസ് എന്ന് പറയും, ഓർ കട്ട് ഇൻ ടു സ്മോളർ പീസസ് ആയിട്ട് കട്ട് ചെയ്തിട്ട് രണ്ടായിട്ടും എന്ത് ചെയ്യും, വിൽക്കും. These varieties and their classification എക്സാം പോയിന്റ് ഓഫ് വ്യൂ വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. ചോദിക്കലുണ്ട്. സോഫ്റ്റ് ചീസിന് എക്സാമ്പിൾ ചോദിക്കും, സെമി സോഫ്റ്റ് ചീസസിന് എക്സാമ്പിൾ ചോദിക്കും, ഹാർഡ് ചീസസിന് എക്സാമ്പിൾ, വെരി ഹാർഡ് ചീസസിന് എക്സാമ്പിൾ ചോദിക്കും. അതുപോലെ തന്നെ മോയ്സ്ചർ കണ്ടന്റിന്റെ പ്രത്യേകത ചോദിക്കാറുണ്ട്. സോഫ്റ്റ് ചീസസ് പറഞ്ഞാൽ 50 to 80% മോയ്സ്ചർ കണ്ടന്റ്. ഇതിന് ഏതൊക്കെയാ എക്സാമ്പിൾ? അൺറൈപ്പൺ, കോട്ടേജ്, ക്വാർക്ക്, ക്രീം, മോസറല്ല. റൈപ്പൺഡ് വൺ ഏതൊക്കെയാ? കാമ്പംബർട്ട്, ബ്രൈ, ന്യൂഷാറ്റൽ എന്ന് പറഞ്ഞാൽ മെയ്ഡ് ഫ്രം ഇൻ ഫ്രാൻസ്. കാസ്യുയാട്ട, കുക്ക്ഡ് വൺസ് ഏതൊക്കെയാ? സാൾട്ട്, ക്യൂർഡ് ഓർ പിക്കിൾഡ്. ഏതാണ്? ഫീറ്റ, ഡൊമാറ്റി. ഇങ്ങനെ പ്രത്യേകമായിട്ട് തന്നെ എടുത്ത് ചോദിക്കാറുണ്ട്. 39 to 50%, അതായത് എന്താണ് മോയ്സ്ചർ കണ്ടന്റ്. സെമി സോഫ്റ്റ് ചീസസ്, അപ്പൊ മോയ്സ്ചർ കണ്ടന്റ് കുറഞ്ഞ് വരുന്നതിനനുസരിച്ച് ഹാർഡായിട്ട് വരും. റൈപ്പൺ പ്രിൻസിപ്പലി ബൈ ഇന്റേണൽ മോൾഡ് ഗ്രോത്ത്. റോക്ക്ഫോർട്ട്, മിൽക്ക് ഫ്രം ഷീപ്പാണ് യൂസ് ചെയ്യുക റോക്ക്ഫോർട്ടിന്. സ്റ്റിൽട്ടൺ, ഗോർഗോൺസോള, ഡാനിഷ് ബ്ലൂ. റൈപ്പൺ ബൈ ബാക്ടീരിയ ആൻഡ് സർഫസ് മൈക്രോ ഓർഗാനിസംസ്. ആ ടൈപ്പ് ഏതൊക്കെയാ? ലിംബർഗർ, ബ്രിക്ക്, ട്രാപ്പിസ്റ്റ്, പോർട്ട് സാല്യൂട്ട്. നെക്സ്റ്റ് വൺ, റൈപ്പൺ പ്രൈമർലി ബൈ ബാക്ടീരിയ ഏതൊക്കെയാ? ബെൽ പേസ, പാസ്ത ഫിലാറ്റ, പ്രോവലോൺ, ബ്രിക്ക്, ഗൗഡ, എഡാം. അതൊക്കെ എന്തിൽ യൂസ് ചെയ്യും? അതൊക്കെ ഇതിൽ വരുന്ന സെമി സോഫ്റ്റ് ചീസസിൽ വരുന്നതാണ്. നെക്സ്റ്റ് പറഞ്ഞാൽ ലെസ് ദാൻ 39% മോയ്സ്ചർ കണ്ടന്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഹാർഡ് ചീസസ് ആണ്. അതിനെന്താ? വിത്തൗട്ട് ഐസ്, റൈപ്പൺ ബൈ ബാക്ടീരിയ. ചെഡാർ, കാസിയോവാലോ, വിത്ത് ഐസ്, റൈപ്പൺ ബൈ ബാക്ടീരിയ. ഏതൊക്കെ ഐസ് ഉള്ള? എമ്മന്റാൽ ആൻഡ് ഗ്രൂയർ. നെക്സ്റ്റ് വൺ, ലെസ് ദാൻ 34% മോയ്സ്ചർ കണ്ടന്റ് പറഞ്ഞാൽ വെരി ഹാർഡ് ചീസസ്. അതിൽ ഏതൊക്കെയാ വരിക? അസിയാഗോ ഓൾഡ്, പർമേസൻ, റൊമാനോ ആൻഡ് ഗ്രാന. ഇതൊക്കെ ഏതിൽ വരുന്നതാണ്? വെരി ഹാർഡ് ചീസസിൽ വരുന്നതാണ്. അപ്പോൾ ഇത് എക്സാം ക്വാളിഫൈ ചെയ്യണമെന്ന് വിചാരിക്കുന്ന ആൾക്കാർ എന്ത് ചെയ്യണം? ഹാർഡ് വർക്ക് ചെയ്യണം. അതിന് എന്ത് ചെയ്യണം? അതിന് പുറമെ ഇതിന്റെ ഓരോ എക്സാമ്പിൾ കൃത്യമായിട്ട് പറഞ്ഞിരിക്കണം, കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. ഇതാണ് ചീസിന്റെ എക്സാമ്പിൾ. ഒരു ഫോട്ടോ ചീസ്. നെക്സ്റ്റ് വൺ, ടൈപ്സ് ഓഫ് ചീസ് ആൻഡ് റൈപ്പനിങ് കൾച്ചർ. ടൈപ്സ് ഓഫ് ചീസും റൈപ്പനിങ് കൾച്ചർ, ഇതും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ചെഡാർ, അതിന്റെ സ്റ്റാർട്ടർ കോമ്പോസിഷൻ ലാക്ടോകോക്കസ് ലാക്റ്റിസ്, സ്ട്രെപ്റ്റോകോക്കസ് ക്രിമോറിസ്, സ്ട്രെപ്റ്റോകോക്കസ് ഡൈ അസറ്റൈൽ ലാക്റ്റിസ്. സ്വിസ് ചീസ്, പ്രൊപ്പയോണിബാക്ടീരിയം ഷെർമാനി. ഗൗഡ ആൻഡ് ഡച്ച്, ലാക്ടോകോക്കസ് ലാക്റ്റിസ് ആൻഡ് ല്യൂക്കോനോസ്റ്റോക് സിട്രോവോറം. ബ്രിക്ക് ടൈപ്പ്, ലാക്ടോകോക്കസ് ലാക്റ്റിസ്, സ്ട്രെപ്റ്റോകോക്കസ് ക്രിമോറിസ്, സ്ട്രെപ്റ്റോകോക്കസ് തെർമോഫിലസ്, പ്രിവിബാക്ടീരിയം ലിനൻസ്. Blue vein, Penicillium roqueforti and Penicillium glaucum. Camembert cheese, Penicillium camemberti. Soft cheese, Geotrichum candidum. Cottage cheese, Lactococcus lactis, Streptococcus crimoris and Leuconostoc species. Mozzarella, Streptococcus thermophilus, Streptococcus fecalis and Lactococcus bulgaricus. Blue Roquefort cheese, Streptococcus lactis, Penicillium roqueforti. Camembert, Streptococcus lactis and Penicillium camemberti. രണ്ട് കോമ്പിനേഷൻ കൂടി ഉണ്ട്, ചിലപ്പോൾ ഉണ്ടാവാറുണ്ട് camembert cheese. നെക്സ്റ്റ് വൺ, പിക്ലിംഗ് ഓർ കോർണിംഗ്. അപ്പൊ ചീസിനെ പറ്റിയുള്ള കാര്യങ്ങൾ കഴിഞ്ഞു. നെക്സ്റ്റ് വൺ, പിക്ലിംഗ് ഓർ കോർണിംഗ്. Process of preparing a food by soaking and storing in a brine containing salt. Brine എന്ന് പറഞ്ഞാൽ saline concentration high ആയിട്ടുള്ള സൂക്ഷിക്കുക. or acid, usually vinegar ആണ് യൂസ് ചെയ്യുക. Acetic acid, the resulting food is called a pickle. Pickling in brine often results in anaerobic fermentation by either lactic acid bacteria or by yeast. അപ്പോൾ ഇതിൽ ആക്ട് ചെയ്യുന്ന lactic acid, high acidic ആയിട്ടുള്ളതിൽ ഏതാ ആക്ട് ചെയ്യുക? ലാക്ടിക് ആസിഡ് ബാക്ടീരിയ അല്ലെങ്കിൽ ഈസ്റ്റിനെ പറ്റുള്ളൂ. താരതമ്യേന കൂടുതലായിട്ട് പറ്റില്ല, എന്നാലും ഒരു പരിധി വരെ. If the food contains sufficient moisture, a pickling brine may be produced simply by adding dry salt. Some pickling forms include sauerkraut and Korean kimchi. Salt the vegetables to draw out excess water, then allow natural fermentation to create a vinegar-like solution containing lactic acid.
അപ്പോൾ പിക്ലിംഗ് ഫോംസ് ആണ്. എന്താ കൊറിയൻ കിംചി ഇതിൽ വരുന്നതാണ് പിക്ലിംഗ് ഫോം ആണ്, അത് ഓർമ്മയിൽ ഉണ്ടാവണം. അതർ പിക്കിൾസ് ആർ മെയ്ഡ് ബൈ പ്ലേസിംഗ് ദ വെജിറ്റബിൾസ് ഇൻ വിനെഗർ. പിന്നെ unlike canning process, pickling, which includes fermentation, requires that the food not completely sterile before it is sealed. അത് നമുക്ക് അറിഞ്ഞിരിക്കണം അല്ലേ. സാധാരണ കാനിങ്ങിലൊക്കെ ഹൈ ഹീറ്റ് ഒക്കെ കൊടുക്കും. ഇവിടെ എന്ത് ചെയ്യുക, നോട്ട് കംപ്ലീറ്റ്ലി എന്ത് ചെയ്യുക, പിക്ലിംഗ് വിച്ച് ഇൻക്ലൂഡ്സ് ഫെർമെന്റേഷൻ റിക്വയർഡ് ദാറ്റ് ഫുഡ് നോട്ട് കംപ്ലീറ്റ്ലി സ്റ്റെറൈൽ ആകുകയില്ല ഫെർമെന്റേഷൻ സീൽ ചെയ്യുന്നതിന് മുമ്പ് ഫെർമെന്റഡ് പ്രൊഡക്ട്സ്. The acidity or salinity of the solution, temperature of fermentation, and the exclusion of oxygen determine which microorganisms dominate and determine the flavor of the end product. ഇതിനു മുമ്പ് നമ്മൾ ഡിസ്കസ് ചെയ്തു പി എച്ചും അതേമാതിരി എയറോബിക് കണ്ടീഷനും ഒക്കെ അനുസരിച്ച് ടെമ്പറേച്ചർ അനുസരിച്ചിട്ട് എന്തുണ്ടാവും, മൈക്രോ ഓർഗാനിസത്തിൽ വ്യത്യാസം ഉണ്ടാവും വാക്ടീനെ. വെൻ ദ സാൾട്ട് കോൺസെൻട്രേഷൻ ആൻഡ് ദ ടെമ്പറേച്ചർ ഇസ് ലോ, വളരെ കുറവാണെങ്കിൽ ലൂക്കോനോസ്റ്റോക് മിസൻഡ്രോയിഡ്സ് എന്ത് ചെയ്യും, ഡോമിനേറ്റ് ചെയ്യും, പ്രൊഡ്യൂസിങ് എ മിക്സ് ഓഫ് ആസിഡ്സ്, ആൽക്കഹോൾ ആൻഡ് അരോമ കോമ്പൗണ്ട്സ്. അത് ഓർമ്മയിൽ ഉണ്ടാവണം. വേന ടെമ്പറേച്ചർ ആർ ഹയർ, ടെമ്പറേച്ചർ ഹൈ ആയി കഴിഞ്ഞാൽ എന്തുണ്ടാവും, ലാക്ടോബാസിലസ് പ്ലാന്റാരം ഡോമിനേറ്റ് ചെയ്യും. അപ്പോൾ ലോ ടെമ്പറേച്ചറിൽ യൂക്കോനോസ്റ്റോക് മിസൻഡ്രോയിഡ്സ്, ഹൈ ടെമ്പറേച്ചറിൽ ലാക്ടോബാസിലസ് പ്ലാന്റാരം. അത് രണ്ടും ഓർമ്മയിൽ ഉണ്ടാവണം. MCQ ആണ്, ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. മെനി പിക്കിൾ സ്റ്റാർട്ട് വിത്ത് ല്യൂക്കോനോസ്റ്റോക് ആൻഡ് ചേഞ്ച് ടു ലാക്ടോബാസിലസ് വിത്ത് ഹയർ അസിഡിറ്റി. അപ്പോൾ സാധാരണ പിക്കിൾസ് എന്ത് ചെയ്യും, സ്റ്റാർട്ട് ചെയ്ത് ല്യൂക്കോനോസ്റ്റിക്കിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ഹൈ അസിഡിറ്റി ആകുമ്പോൾ ലാക്ടോബാസിലസിലേക്ക് മാറും. Pickling began as a way to preserve food for out-of-season use and for long journeys, especially by sea. സീയിൽ വരുന്ന സമയത്ത് എന്ത് ചെയ്യും, ഉപ്പിലിട്ട സാധനങ്ങളാണ്. അപ്പോൾ അവർക്ക് ഉണ്ടാവാൻ പോണ ഡിസീസ് ഏതാണ്, അസ്കോർബിക് ആസിഡ് നഷ്ടപ്പെട്ടിട്ടുണ്ടാവും, വൈറ്റമിൻ സി നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. അപ്പോൾ വൈറ്റമിൻ സി നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒരുപാട് കാലം സഞ്ചരിച്ച് കഴിഞ്ഞാൽ പല്ലൊക്കെ എന്ത് ചെയ്യുക, അതിന്റെ ഭാഗത്ത് നിന്ന് താഴത്തേക്ക് വീഴും, പല പ്രശ്നങ്ങളും ഉണ്ടാവും. നെക്സ്റ്റ് വൺ, sauerkraut. എന്താണ് sauerkraut? It is finely sliced white cabbage fermented by various lactic acid bacteria. അപ്പോൾ കാബേജുമായി റിലേറ്റ് ചെയ്ത് എന്താണ് sauerkraut, ഓർമ്മയിൽ ഉണ്ടാവണം, MCQ ചോദിച്ചിട്ടുള്ളതാണ്. വൈറ്റ് കാബേജ് fermented by various lactic acid bacteria including leuconostoc, lactobacillus and pediococcus. It has good keeping qualities and a distinctive sour flavor that both result from lactic acid formed by bacterial fermentation. ഇപ്പോൾ ബാക്ടീരിയൽ ഫെർമെന്റേഷൻ വഴിയാണ് അതിന് പ്രോപ്പർ എന്ത് ചെയ്യുക, ഈ ഡിസ്റ്റിങ്റ്റീവ് സോർ ഫ്ലേവർ ഉണ്ടാകുന്നത്. സോയ് സോസ് ഓർ സോയാ സോസ് എന്ന് പറഞ്ഞത്, ദിസ് ഈസ് ഫെർമെന്റഡ് സോസ് മെയ്ഡ് ഫ്രം സോയാ ബീൻസ്, റോസ്റ്റഡ് ഗ്രെയിൻസ്, വാട്ടർ ആൻഡ് സാൾട്ട്. ഇത് കൂടിയാണ് സോയ് സോസ് ഉണ്ടാക്കുന്നത്. ദ സോസ് ഒറിജിനേറ്റഡ് ഇൻ ചൈന, ഈസ് കോമൺലി യൂസ്ഡ് ഇൻ ഈസ്റ്റ് ആൻഡ് സൗത്ത് ഈസ്റ്റ് ഏഷ്യ. ചൈനയിൽ ഒറിജിനേറ്റ് ചെയ്തതാണ്, പിന്നെ എവിടേക്ക് യൂസ് ചെയ്യും, സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലും ഈ ഈസ്റ്റ് ആൻഡ് സൗത്ത് ഈസ്റ്റ് ഏഷ്യയിൽ യൂസ് ചെയ്യും. ഇറ്റ് അപ്പിയേഴ്സ് ഇൻ സം വെസ്റ്റേൺ ഡിഷസ് ഓൾസോ. ഇപ്പൊ എന്താ, സം വെസ്റ്റേൺ കൺട്രീസ് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. സോയ് സോസ് ക്യാൻ ബി മെയ്ഡ് അറ്റ് ഹോം. ദ ട്രഡീഷണൽ മെത്തേഡ് റിക്വയർ എ മിക്സിംഗ് എ സ്പെഷ്യൽ കോജി. കോജി മിക്സ് ചെയ്യാനെന്താ, എസ്പെർജിലസ് ഒറൈസ് ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ വിദം, അങ്ങനെയാണ് എന്ത് ചെയ്യുക, സോയ് സോസ് വീട്ടിലുണ്ടാക്കുന്നത്. ആണെന്ത്, സോക്രോട്ട് ആണെന്ത്, സോക്രോട്ട്. നെക്സ്റ്റ് വൺ, ടെമ്പെ. ടെമ്പെ എന്ന് പറഞ്ഞാൽ it is made by a natural culturing and controlled fermentation process that binds soybean particles into a cake form. It is originated from Indonesia. Tempeh originated, example ചോദിക്കൽ, tempeh is originated in Indonesia, where it is most popular. It is a staple source of protein. Tempeh fermentation process and its retention of the whole bean give it a higher content of protein. അതുകൊണ്ടാണ് the staple source of protein എന്ന് പറയാൻ കാരണം. Dietary fiber and vitamins as well as firmer texture and stronger flavor. Because of its nutritional value, tempeh is used worldwide by vegetarians and some consider it to be meat analog. അപ്പോൾ meat analog ആയിട്ട് യൂസ് ചെയ്യുന്ന fermented food products വെച്ച് എന്താ എഴുതാൻ പറയും, എന്താ എഴുതാം, tempeh. Tempeh begins with whole soya beans which are softened by soaking and dehulled then partially cooked. Specialty tempehs may be made from other types of beans, wheat, or may include a mixture of beans and whole grains. A mild acidulant, usually vinegar, may be added and a culture containing the spores of the fungus Rhizopus oligosporus is then mixed in. അപ്പോൾ ടെമ്പയിൽ എന്ത് യൂസ് ചെയ്യും, റൈസോപ്പസ് ഒലിഗോസ്പോറസ്.
The beans are spreaded into a layer and are allowed to ferment for approximately 24 hours at a temperature around 30 degrees Celsius. അപ്പോൾ ഇതിന്റെ സ്റ്റാർട്ടർ കൾച്ചർ എന്താ? റൈസോപ്പസ് ഒലിഗോസ്പോറസ്. In good tempeh, the beans are knit together by a mat of white mycelia. ഈ ഫംഗസ് ആണ് യൂസ് ചെയ്യുക കേട്ടോ. റൈസോപ്പസ് ഒലിഗോസ്ഫോറസ്. ആ ഫംഗസിന്റെ മൈസീലിയ ഉണ്ടാവും. പിന്നെന്താ? എ മൈൽഡ് അമോണിയ സ്മെൽ മേ അക്കമ്പനി ഗുഡ് ടെമ്പെ as it ferments, but it should not be overpowering. A mild സ്മെല്ല് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഇതാണ് ടെമ്പെ. Next one is miso. This is a traditional Japanese food produced by fermenting rice, barley, and or soya beans with salt and koji. Koji is one of the most typical miso is made with soy. The result is a typically thick paste used in sauces and spread to pickle vegetables or meats and mixed with soup stock and served as miso soup called miso shiru. Miso soup miso shiru at each meal. അപ്പോൾ ജപ്പാൻകാർ നന്നായിട്ട് യൂസ് ചെയ്യുന്നതാണ് എന്ത്? മിസോ. High in protein and rich in vitamins and minerals. അതാണ് അതിന്റെ പ്രത്യേകത. Miso is typically salty, but its flavor and aroma depend on various factors in the ingredients and fermentation process. That is all about miso. Miso, Japanese miso. Next one is kefir. Kefir grains are clusters of microorganisms. Kefir grains MCQ ചോദിച്ചിട്ടുള്ളത് എന്താണ് kefir grains? Kefir grains are clusters of microorganisms held together by a matrix of polysaccharides. The grains include primarily lactic acid bacteria, like lactobacilli, lactococci, leuconostocs, etc., and yeast. And it include acetic acid bacteria and possibly other microorganisms. ഇതൊക്കെ അതിൽ include ചെയ്തിട്ടുണ്ടാകും. A foamy effervescent milk product resulting from mixed lactic acid and alcoholic fermentation of milk by kefir grains. Kefir grains contain mesophilic homofermentative and heterofermentative lactic streptococci, thermophilic and mesophilic lactobacilli, yeast, etc. Grains are added to pasteurized milk and incubated at 18 to 20 degrees Celsius. Grains are filtered out for reuse. എന്ത് ചെയ്യും? ഒന്ന് പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ രണ്ടാമത് റീയൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് കെഫിർ ഗ്രെയിൻസ് എടുക്കും. ഫിൽട്രേറ്റ് യൂസ് ഫോർ ഇനോക്കുലേറ്റിംഗ് മിൽക്ക് incubation. Next one is cow mis. Fermented milk produced from mare's milk. എന്താ മെയർ എന്ന് പറഞ്ഞാൽ പെൺകുതിരയാണ് കേട്ടോ. കുതിര. സ്റ്റള്ളിയോൺ ആൻഡ് മെയർ എന്ന് പറയും. മെയർ എന്ന് പറഞ്ഞാൽ പെൺകുതിരയാണ്. Fermented milk produced from mare's milk, അതാണ് cow mis. Based on acidity and alcohol content, weak, medium and strong ആയിട്ട് എന്തിനെ cow misനെ ടൈപ്സ് ആക്കി തിരിച്ചു. Lactobacillus delbrueckii, subspecies bulgaricus, Lactobacillus acidophilus, Clayomyces lactis, yeast, etc. അതാണ് ഇതിനെ യൂസ് ചെയ്യുക. ട്രീറ്റ്മെന്റ് ഫോർ പൾമണറി ട്യൂബർകുലോസിസ് ട്രീറ്റ്മെന്റ് യൂസ് ചെയ്ത് cow mis യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഏത് ഡിസീസിനാണ് cow mis യൂസ് ചെയ്യാൻ ചോദിച്ചാൽ നമുക്ക് എഴുതി കൂടെ എഴുതാം. എന്താണ് ട്രീറ്റ്മെന്റ് ഫോർ പൾമണറി ട്യൂബർകുലോസിസ്. അതായത് ഇഡ്ലി ദോശ ബാറ്റർ ഫെർമെന്റേഷൻ. ഇഡ്ലി മാവും ദോശമാവും. ഇഡ്ലി ഇൻ ഇന്ത്യ is the oldest most sophisticated dish. Batter fermentation traditionally urad and rice. Urad എന്ന് പറഞ്ഞാൽ എന്താ? ഉഴുന്നും റൈസും. urad dal are soaked for a time period. Then these two items are ground together and left to ferment overnight to make a batter for various South Indian dishes. നമുക്കറിയാം ഒരു രാത്രി ഇട്ട് വെച്ചിട്ടാണ് നമ്മൾ എടുക്കുക. ടെമ്പറേച്ചർ, the best ambient temperature for incubation 90 degree Fahrenheit, 86 degree Fahrenheit to 90 degree Fahrenheit. If the temperature is below 86 degree Fahrenheit, it will take longer to achieve acceptable level of fermentation. Fermentation നടക്കാൻ കുറച്ച് പ്രയാസം എടുക്കും, കുറച്ചുകൂടി അധികം സമയം എടുക്കും. If the temperature is higher than 90 degrees, the batter may become sour. പ്രോപ്പർ ഇത് നടക്കില്ല. അപ്പം എന്ത് ചെയ്യും? പുളിപ്പുള്ളതായി മാറും. അങ്ങനെയാണ് ഈ പുളിപ്പ് ഉണ്ടാവുന്നത്. Idli fermentation is carried out by Leuconostoc mesenteroids and Streptococcus faecalis. അത് രണ്ടും ഉണ്ട് ഇതിൽ ഇഡ്ലി ഫെർമെന്റേഷനിൽ. ഏതൊക്കെയുള്ളത്? Leuconostoc mesenteroids and Streptococcus faecalis. കുറച്ച് MCQs നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇത് വെരി ഇമ്പോർട്ടന്റ് ആണ്. ഇതില്ലാതെ നമ്മൾ പോയിട്ട് കാര്യമില്ല. MCQs ഡിസ്കസ് ചെയ്യാം. Dash is the product obtained from the partial fermentation of green tea leaves. ഏതാ ആൻസർ? ആൻസർ സി ആണ്, കൊംബൂച്ച.
Kombucha എന്ന് പറഞ്ഞാൽ എന്താണ്? The partial fermentation of green tea leaves and sugar results in the formation of kombucha. അപ്പോൾ partial fermentation tea leaves എന്താ പറയുക? kombucha എന്നാണ്. It has slight alcoholic content with many health benefits. It is highly rich in beneficial probiotics and are safe for human consumption. അപ്പോൾ എന്താണ് kombucha? Next one, kombucha is beneficial for patients who are suffering from. ഇതിൽ ഷുഗർ കണ്ടന്റ് കുറവാണ്. അപ്പോൾ ആർക്കാവും കൂടുതൽ യൂസ് ചെയ്യാൻ പറ്റുക? ഡയബറ്റിക് പേഷ്യൻസ് ആണ്. ആൻസർ ഡി ആണ് ആൻസർ. Kombucha is a partially fermented tea which contains less amount of sugar and therefore it is beneficial for patients who are suffering from diabetes. It is a probiotic food, thus it improves gut health and strengthens the immune system. Next one, which of the following is produced by fermenting soybeans? ഏതാ? യോഗട്ട്, കൊമ്പുച്ച, മിസോ, ജിയാങ്സ്. ആൻസർ എന്താണ്? സി, മിസോ. മിസോ എന്ന് പറഞ്ഞാൽ is production by the fermentation of soya beans. It is a rich source of vitamin B, E, K and essential minerals. It also improves gut health and is known to be linked to our physical and mental illness. Next one, which of the following is a fermented condiment? സാധാരണ ഫ്ലേവറിംഗ് ഏജന്റ് ആയിട്ട് യൂസ് ചെയ്തിട്ട് അതാണ് കോണ്ടിമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ആൻസർ ഡി ആണ്, ജിയാങ്സ്. ജിയാങ്സ് നിങ്ങൾ ഫെമിലിയറൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുവരെ കേൾക്കാത്ത ഓരോന്ന് ഞാൻ ഇട്ടുന്നേ ഉള്ളൂ. MCക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. ജിയാങ്സ് ആർ ഫെർമെന്റഡ് കോണ്ടിമെന്റ്സ് which are precursors to miso and soy sauce. They are made from meat, fish and vegetables. They were widely eaten in China before 2000 years ago. അപ്പോൾ ഈ സാധനങ്ങളൊക്കെ തിന്നിട്ടാണ് ഈ കോവിഡുമായി കൊറോണ ഡിസീസുമായുള്ള സാധനങ്ങൾ വരുന്നത് ചൈനക്കാർക്ക്. നെക്സ്റ്റ് വൺ, കവാൽ ഈസ് മെയ്ഡ് ഫ്രം റൂട്ട്സ്, ഗ്രീൻ ലീവ്സ്, സ്റ്റം, ബ്രാഞ്ചസ്. ആൻസർ B. Explanation. Kawal is a food made from fermenting a paste of the crushed green leaves. So green leaves B ആണ് അതിന്റെ explain known as kawal. അപ്പോൾ kawal is obtained from ഇവിടുന്ന് Cassia obtusifolia. It helps in the prevention of many diseases. Next one. Where did kefir originate? എവിടെ? യൂറോപ്പിലാണ് ഒറിജിനേറ്റ് ചെയ്തത് കേട്ടോ. Kefir originated in Eastern Europe and Russia. It was prepared by inoculating cow or sheep milk with kefir grains. It is fermented milk similar to yogurt. It helps in the prevention and treatment of gastrointestinal diseases. When answer on the C, Europe. Next one, probiotics are used in the prevention of dash, digestive tract diseases. And C and answer. Probiotics are the food products which are used in the prevention of many digestive tract diseases. These include diseases such as diarrhea, inflammatory bowel disease, irritable bowel syndrome, constipation, and colon cancer. It also helps in treating vaginal infections too. Sauerkraut is dash. Cabbageമായി ബന്ധപ്പെട്ട C ആണ് ആൻസർ. Cabbage അല്ലേ? ഏതാണ്? sauerkraut ആണ് cabbage that is finely cut and fermented by various lactic acid bacteria. It helps in strengthening the immune system, improving the digestive system, and reduce certain risk diseases and reduce the weight of the body. Weight loss നും കൂടി ഗുണകരമായ സാധനമാണ് sauerkraut. Where did tempeh originate? Tempeh എവിടെ originate ചെയ്തത്? ഇന്തോനേഷ്യയിലാണ്. നമ്മൾ ഡിസ്കസ് ചെയ്താണ്. It is made by a controlled fermentation process that binds soya bean into a form of cake. It also improves the digestive system and reduces inflammation. Which of the following is produced by fermentation of milk? Yogurt, sauerkraut, tempeh, kombucha. A. Yogurt. Yogurt is obtained by fermentation of milk. It is made with yogurt culture bacteria and provides huge benefits. It provides calcium and protein and also helps in protecting against osteoporosis and aiding digestion. Natto is produced from fermenting dash. D and soybeans. Explanation done. Natto is produced from the fermentation of soybeans. It is popular food in Japan which can be eaten in breakfast. It helps in the reduction of cholesterol levels and blood pressure and also decreases the risk of heart diseases. അതിന്റെ സ്റ്റാർട്ടർ കൾച്ചർ ഏതാണ്? ബാസിലസ് സബ്റ്റിലിസ് വെറൈറ്റി നാറ്റോ ആണ് യൂസ് ചെയ്യുക. താങ്ക് യു.
If you like this channel, please share and subscribe. Don't forget to click the bell button too.